കൂഷ്മാണ്ഡ. നവദുർഗാ സങ്കല്പത്തിലെ ഒരു ദേവതയാണ് കൂഷ്മാണ്ഡ. ഈ സങ്കല്പം അനുസരിച്ച് കൂഷ്മാണ്ഡയുടെ ദിവ്യമായ പുഞ്ചിരിയിലാണ് ലോകം സൃഷ്ടിക്കപ്പെട്ടത്. കാളീകുല വിധിപ്രകാരം മഹാദേവിയുടെ നവദുർഗാരൂപങ്ങളിലെ 4ാമത്തെ ഭാവമാണ് കൂഷ്മാണ്ഡ. കൂ എന്നാൽ അല്പമെന്നും, ഊഷ്മ എന്നാൽ ഊഷ്മളത അല്ലെങ്കിൽ ഊർജമെന്നും, അണ്ഡ എന്നാൽ അണ്ഡം എന്നും അർത്ഥം. നവരാത്രി ആഘോഷത്തിൻ്റെ 4ാം ദിവസം നവദുർഗയുടെ 9 രാത്രികൾ കൂഷ്മാണ്ഡയെ ആരാധിക്കുന്നു. ഇത് ആരോഗ്യം മെച്ചപ്പെടുത്തുകയും സമ്പത്തും ശക്തിയും നൽകുകയും ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. വിശ്വാസപ്രകാരം കൂഷ്മാണ്ഡ ദേവിക്ക് 8 കൈകളുണ്ട്. അതിനാൽ അഷ്ടഭുജാദേവി എന്നും അറിയപ്പെടുന്നു. സിദ്ധികളും നിധികളും നൽകാനുള്ള എല്ലാ ശക്തിയും കൂഷ്മാണ്ഡയുടെ ജപമാലയിൽ ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. സംസ്കൃതത്തിൽ ബ്രഹ്മാണ്ഡ എന്നും വിളിക്കപ്പെടുന്നു. കൂഷ്മാണ്ഡ എന്നറിയപ്പെടുന്ന വെളുത്ത മത്തങ്ങയുടെ ബലി ഈ ദേവി ഇഷ്ടപ്പെടുന്നു എന്നതാണ് വിശ്വാസം. ബ്രഹ്മാണ്ഡ, കൂഷ്മാണ്ഡ എന്നിവയുമായുള്ള ബന്ധം കാരണം കൂഷ്മാണ്ഡ ദേവി എന്നാണ് അറിയപ്പെടുന്നത്. കഥ: പ്രപഞ്ചം അസ്തിത്വമില്ലാതെ എല്ലായിടത്തും അന്ധകാരം വാഴുമ്പോൾ ദേവി കൂഷ്മാണ്ഡ തൻ്റെ പുഞ്ചിരിയോടെ പ്രപഞ്ച അണ്ഡത്തെ സൃഷ്ടിച്ചു. പ്രപഞ്ചത്തിലേക്ക് വെളിച്ചം കൊണ്ടുവന്നു. കൂഷ്മാണ്ഡയ്ക്ക് സൂര്യൻ്റെ കാമ്പിൽ വസിക്കാനുള്ള ശക്തിയുണ്ട്. അവളുടെ പ്രകാശം സൂര്യന് അതിൻ്റെ തെളിച്ചം നൽകുന്നു. അവൾ സൂര്യദേവനായ സൂര്യന് ദിശ നൽകുന്നതായി പറയപ്പെടുന്നു. അവളുടെ തേജസ്സും പ്രകാശവും കാരണം 10 ദിശകളും അവളിൽ ആരംഭിക്കുകയും അവസാനിക്കുകയും ചെയ്യുന്നു.